ഈ വർഷത്തെ SSLC വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ പുതിയൊരു വാക്ക് വന്നിരിക്കുകയാണ്. ഇത് കേവലം ഒരല്പം കുട്ടികൾക്ക് സങ്കടമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഈ വർഷം അത് നടപ്പിലാക്കുമോ എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഏപ്രിൽ മാസത്തിൽ നിങ്ങളുടെ ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുകയാണല്ലോ, മൂല്യനിർണ്ണയം ചെയ്യുകയാണല്ലോ. ആ മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ നോക്കുന്ന, പരീക്ഷാ പേപ്പർ നോക്കുന്ന അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് നോക്കുന്ന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്തെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി പരീക്ഷാ സമ്പ്രദായത്തിലും മൂല്യനിർണ്ണയ രീതികളിലും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. സമഗ്ര ശിക്ഷ കേരളം സംസ്ഥാന ഓഫീസിൻ്റെ പുതിയ ആസ്ഥാന മന്ദിരം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആധുനിക വിദ്യാഭ്യാസ രീതികൾക്കനുസൃതമായി മൂല്യനിർണ്ണയ സംവിധാനങ്ങൾ മാറ്റേണ്ടത് അനിവാര്യമാണെന്നും കുട്ടികളുടെ സർഗശേഷിയും പാഠ്യേതര മികവുകളും കൂടി പരിഗണിക്കുന്ന രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതായത് നിങ്ങളിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആൻസർ പേപ്പർ വാല്യൂ ചെയ്യുന്ന രീതിയിൽ പരീക്ഷാ രീതികൾ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷയുടെ പേപ്പർ നോക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വരും. അത് കാലോചിതമായ മാറ്റങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങളാണ്. അത് ഈ വർഷം നടപ്പിലാക്കിയാൽ ഏപ്രിൽ മാസത്തിൽ എന്താണെന്ന് പറയാൻ കഴിയില്ല. അതായത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, അതിലൊരു വ്യക്തത വരുത്താനുണ്ട്. അതായത് ചോദ്യപേപ്പറിൻ്റെ നിലവാരം കൂട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ ചോദ്യപേപ്പറിൽ വന്ന മാറ്റങ്ങൾ, പാറ്റേൺ മാറിയത് കൊണ്ട് ഇങ്ങനെ ആൻസർ എഴുതിയവർക്ക് ഇത്ര മാർക്ക് കൊടുത്താൽ മതി എന്നതാണോ, അല്ലെങ്കിൽ വാല്യുവേഷൻ ക്യാമ്പിൽ ടീച്ചേഴ്സ് നോക്കുന്ന രീതി മാറ്റാനാണോ, ഒരു റോബോട്ടിക് സിസ്റ്റം, ഒരു AI സിസ്റ്റം ഒക്കെ കൊണ്ടുവരാനാണോ, ആ പേപ്പർ ഇങ്ങനെ ഇങ്ങോട്ട് ഇട്ടിട്ട് ആൻസർ മാർക്ക് കൂടി കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാനാണോ, എന്താണെന്ന് അറിയില്ല. എന്തായാലും ഈ സമയത്ത് മൂല്യനിർണ്ണയത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറയുമെന്ന് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാര്യം ഇപ്പോൾ കുട്ടികൾക്ക് ആശ്വാസം നൽകേണ്ട, സമാധാനം നൽകേണ്ട, സമാശ്വസിപ്പിക്കേണ്ട സമയമാണ്. എന്തായാലും ശരി, ഒരു കുഴപ്പമില്ല. മോഡൽ എക്സാമിൻ്റെ സമയത്താണ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അടുത്ത വർഷത്തെ പരീക്ഷകളുമായി ബന്ധപ്പെട്ടൊക്കെ മന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോട്ടെ, ഭാരം കുറയ്ക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് വ്യാജമാണെന്നൊക്കെ പറയുകയുണ്ടായി. എന്നിരുന്നാലും ശരി, ഈ വർഷത്തെ SSLC കുട്ടിയായ നിങ്ങൾ അടുത്ത വർഷം +1 എത്തുമ്പോൾ ഒന്നാമത്തെ മാറ്റം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുമല്ലോ. ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഇനി പുതിയ ടെക്സ്റ്റ് ബുക്ക്, 10-15 വർഷങ്ങൾക്ക് ശേഷം പുതിയ ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതേ നിങ്ങൾ +1 പരീക്ഷ എഴുതി ആൻസർ വാല്യൂ ചെയ്യുന്ന ക്യാമ്പിൽ, മൂല്യനിർണ്ണയ ക്യാമ്പിൽ എന്തോ ഒരു മാറ്റം വരാനുണ്ട്. അതെന്താണെന്ന് അറിയില്ല. സ്വാഭാവികമായിട്ടും നിങ്ങളെയാണ് പരീക്ഷിപ്പിക്കുന്നത് എന്നുള്ളൊരു ചിന്താഗതി ചെറുതൊന്നുമല്ല നമ്മളെയൊക്കെ സങ്കടത്തിലാക്കുന്നത്. ഒരു കുഴപ്പമില്ല. എന്നിരുന്നാലും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. മൂല്യനിർണ്ണയ ക്യാമ്പുകളിൽ എന്തോ ആലോചിതരമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നിങ്ങളെ അത് എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. കാരണം അത് നേരത്തെ പറയണമല്ലോ. അപ്പോൾ അടുത്ത വർഷമായാൽ നിങ്ങളെ അത് വീണ്ടും എഫക്റ്റ് ചെയ്യും. കാരണം നിങ്ങൾ +1 എത്തി, ടെക്സ്റ്റ് ബുക്ക് മാറി, പുതിയ ടെക്സ്റ്റ് ബുക്കായിട്ട് പോകുന്ന സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം ഉണ്ടാവില്ല. അങ്ങനെ പോയി നിങ്ങൾ എന്ത് ചെയ്യുന്നു, 2027 നിങ്ങൾ +1 പബ്ലിക് എക്സാം പരീക്ഷ എഴുതിക്കഴിഞ്ഞാൽ ആ ആൻസർ പേപ്പറുകൾ വാല്യൂ ചെയ്യുന്ന ക്യാമ്പിൽ മാറ്റമുണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പണി ഇങ്ങനെ കിട്ടനെ ആയിക്കോട്ടെ. പരീക്ഷണ വസ്തുവായിട്ട് SSLC 2025-26 ബാച്ച്. താങ്ക് യു.